ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻകർ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ വക്താവും രാജ്യസഭയിലെ ഏറ്റവും വലിയ തടസ്സവുമാണെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭാ അധ്യക്ഷനെതിരെയുള്ള അവിശ്വാസ പ്രമേയം വ്യക്തിപരമല്ലെന്നും എന്നാൽ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസത്ത കാത്തുസൂക്ഷിക്കാനാണ് പോരാട്ടമെന്നും ഖാർഗെ വ്യക്തമാക്കി. നിർണായക വിഷയങ്ങൾ ഉന്നയിക്കുവാൻ 3 വർഷമായി പ്രതിപക്ഷ എംപിമാരെ അനുവദിക്കാത്തതിനാലും രാജ്യത്തിന്റെ അന്തസ്സിനെ വ്രണപ്പെടുത്തിയതിനാലുമാണ് പാർലമെന്ററി ജനാധിപത്യം സംരക്ഷിക്കുവാൻ ധൻകറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുവാൻ പ്രതിപക്ഷം നിർബന്ധിതരായതെന്ന് ഖാർഗെയും മറ്റ് നേതാക്കളും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ നടപടിയെടുക്കുവാൻ നിർബന്ധിതരായതാണ്. നിർണായക വിഷയങ്ങൾ ഉന്നയിക്കുവാൻ 3 വർഷമായി പ്രതിപക്ഷത്തിന് സമയമോ സ്ഥലമോ അദ്ദേഹം നൽകിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ പോലും സംസാരിക്കുവാൻ അനുവദിക്കാറില്ല. സഭാ നേതാവിന് സംസാരിക്കുവാൻ നൽകുന്ന അതേ അവസരം പ്രതിപക്ഷ നേതാവിനും നൽകേണ്ടതാണ്. അധ്യക്ഷനിൽ നിന്ന് എംപിമാർ സംരക്ഷണം പ്രതീക്ഷിക്കുന്നു. പക്ഷേ അദ്ദേഹം ഭരണകക്ഷി എംപിമാരോട് സംസാരിക്കുവാൻ ആംഗ്യം കാണിക്കുന്നു. അധ്യക്ഷൻ തന്നെ സർക്കാരിനെ പ്രതിരോധിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ആര് കേൾക്കുമെന്നും പ്രതിപക്ഷ നേതാക്കളെ അപമാനിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നതായും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്റർ പഠിപ്പിക്കുന്നത് പോലെയാണ് അദ്ദേഹം എംപിമാരോട് പെരുമാറുന്നത്. പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കളും പ്രൊഫസർമാരും അഭിഭാഷകരുമടക്കം വളരെ മുതിർന്ന എംപിമാരെയും നേതാക്കളെയും പോലും അദ്ദേഹം പതിവായി പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. രാജ്യസഭയെ ഏറ്റവും കൂടുതൽ അലങ്കോലപ്പെടുത്തിയത് ചെയർമാനാണ്. സർക്കാർ വക്താവിനെ പോലെയാണ് ചെയർമാൻ പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. തൃണമൂൽ, DMK, SP, AAP തുടങ്ങി പാർട്ടി നേതാക്കളോടൊപ്പം കേരള കോൺഗ്രസ് MP ചെയർമാൻ ജോസ് കെ മാണിയും CPI നേതാവ് P സന്തോഷ് കുമാറും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അടക്കമുള്ളവരും ഉണ്ടായിരുന്നു.